ിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഓറഞ്ച് അലർട്ട്. രാത്രി 11:30 വരെ 1.5 മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭീതിയിലാണുള്ളത്. ഇന്നലെ റെഡ് അലർട്ട് മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് ഉച്ച കഴിയുന്നതോടുകൂടി ആ ഒരു മുന്നറിയിപ്പ് പിൻവലിക്കുകയും ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്. ഏത് സമയത്തും ഇത്തരത്തിൽ വലിയൊരു കടലാക്രമണ ഭീതി അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അല്ലേ? മുന്നറിയിപ്പുകൾ അതുപോലെയാണ്. മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്ന ഈ സൂചനകളെല്ലാം തന്നെ അത്തരം ചില മുൻകരുതലുകളെല്ലാം തന്നെ എടുക്കണമെന്ന രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തീരമേഖലകളിൽ അതീവ ജാഗ്രതയോടുകൂടി കടന്നു പോകണം എന്ന് തന്നെയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം തിരമാലകൾ ഉയരാനും അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക എന്നൊരു സന്ദേശം തന്നെയാണ് പൊതുവിൽ നൽകിയിരിക്കുന്നത്. കൂടുതൽ പ്രക്ഷോഭകരമായ ഒരവസ്ഥ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെയില്ല. പ്രത്യേകിച്ച് കൊച്ചിയുടെ തീരമേഖലകൾ അത്തരം സ്ഥലങ്ങളിലൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരം സൂചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം ഒരു അപകടകരമായ രീതിയിലേക്ക് ഒരു സാഹചര്യവും മാറിയിട്ടില്ല. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൊച്ചിയിൽ അത്തരം സാധ്യതകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. തീരമേഖലകളെല്ലാം തന്നെ പൊതുവിലും ഒരു ശാന്തമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. എങ്കിൽ കൂടിയും കരുതൽ തുടരാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം അടക്കം അത്തരം ഒരു സൂചനകളും നിർദ്ദേശങ്ങളും തന്നെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിൽ ഇടപെടാൻ തക്ക വിധം തയ്യാറെടുത്തിരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അതോറിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ കടലാക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ തന്നെ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, അത്തരം കാര്യങ്ങൾക്കടക്കമുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പാണ്. കടലിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നവർ അത് വളരെ കരുതലോടെ തന്നെയായിരിക്കണം. പരമാവധി അത് ഒഴിവാക്കുക എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ വന്നിരിക്കുന്നത്. കാരണം ഇത് തിരമാലകൾ ഉയരാനുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സാധ്യതകളിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു ദിവസവും കടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റെഡ് നോട്ടീസ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഓറഞ്ച് അലർട്ടിലേക്ക് അടക്കം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി തീവ്രത കുറഞ്ഞിരിക്കുന്നു. ഇതിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു ജാഗ്രത തീരമേഖലയിൽ പൊതുവെ തന്നെ എല്ലായിടങ്ങളിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. തിരമാലകൾ ഉയരുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ഇതുവരെ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അത്തരം ഒരു അലർട്ടൊന്നും ഇതുവരെ ആ രീതിയിലേക്ക് വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ പര്യാപ്തമായ രീതിയിലേക്ക് സേനാ വിഭാഗങ്ങളെയും മറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം തന്നെയും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഏകോപിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസവും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ചില അവലോകന യോഗങ്ങളടക്കം നടന്നിരുന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ എത്രമാത്രം ഒരുക്കങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതടക്കം. പ്രത്യേകിച്ച് ഈ കാലവർഷങ്ങളിൽ സ്വീകരിക്കുന്ന വലിയ രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ട്. അതിൽ അങ്ങനെ വരുമ്പോൾ നേരിടുന്ന രീതികൾ, തിരമാലകൾ അടിച്ചു കയറുമ്പോൾ തീരദേശത്ത് നിന്ന് സാധാരണ രീതിയിൽ ഒഴിപ്പിക്കേണ്ടി വരുന്ന ഇടങ്ങൾ, അങ്ങനെയെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു പ്രാഥമികമായ ഒരു അവലോകനത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന കളക്ടർ യോഗം കടന്നിരുന്നു. പക്ഷേ അത്തരം ഒരു സാധ്യതകൾ അങ്ങനെ ഒരു തീവ്രതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എങ്കിൽ തന്നെയും ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ സജ്ജമാണ്. ആ രീതിയിലുള്ളൊരു അവലോകനങ്ങൾ എല്ലായിടത്തും തന്നെ നടക്കുന്നു. സ്ഥിരമായ ഒരു നിരീക്ഷണ സംവിധാനത്തിലേക്കടക്കം തീരമേഖലകൾ മാറിയിട്ടുമുണ്ട്. തീർച്ചയായും ഡാനി